നിലമ്പൂരിലേക്കാണ് പോകുന്നത്. പോരുമുറുകുന്ന നിലമ്പൂർ. നിലമ്പൂരിൽ ചർച്ചാ വിഷയമായി പെരുന്നാൾ അവധി വിവാദം. സർക്കാർ തീരുമാനം മാറ്റിയത് നിലമ്പൂരിലെ വോട്ട് കണ്ടെന്ന് PMA സലാം. പ്രചാരണത്തിൽ വർഗീയ വിഷം കലക്കാനാണ് ശ്രമമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് വിമർശിച്ചു. അവധി പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് ഒരു വിമുഖതയുമില്ലെന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നതായും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. വളരെ ആരോഗ്യകരമായ ജനാധിപത്യ സംവാദങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, സർക്കാരിന്റെ നയപരിപാടികളും മറ്റും പരിശോധിക്കപ്പെടേണ്ട വേദി, ഇതൊക്കെയാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ്. എന്നാൽ ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാവുന്നത്. അതിന്റെ ഒരു കാരണം അവര് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അശക്തരായി എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ശൂന്യതയിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വെറും ബഹളമാണ്. എന്നിട്ട് അതിൽ നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി അതിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പാർട്ടി വളരെ കൃത്യമായിട്ട് UDFും പാർട്ടിയും അതിൻ്റെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു സ്ഥാനാർത്ഥി മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കാര്യം കേരളത്തെ, രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിലമ്പൂരിനെ ബാധിക്കുന്ന മാത്രം പ്രശ്നമല്ല. വളരെ കൃത്യമായിട്ട് എൻ്റെ പാർട്ടി UDFും ഒക്കെ ആ കാര്യത്തിൽ പ്രതികരിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമൊന്നുമല്ലല്ലോ, ഇപ്പം സംസാരിച്ച കാര്യം തന്നെയല്ലേ. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വർത്തമാനകാലം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും. 9 വർഷത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചർച്ച ചെയ്യപ്പെടും. ഇന്നും ഇന്നലെയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമല്ലേ. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, വിവാദങ്ങൾക്ക് അവധിയില്ലാത്ത നിലമ്പൂരിൽ ഇന്ന് ബക്രീദ് അവധിയാണ് ചർച്ചാ വിഷയം അല്ലേ? അതെ, വിവാദങ്ങൾക്ക് അവധിയില്ല, അവധിയാണ് പക്ഷേ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ സർക്കാരിൻ്റെ ഈ അവധി പ്രഖ്യാപനത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. UDF അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വന്നിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഈ ഒരു തീരുമാനം മാറ്റിയതെന്നാണ് UDF അവകാശപ്പെടുന്നത്. ഇന്നിപ്പോൾ PMA സലാം അല്പസമയം നമ്മൾ സംസാരിച്ചപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന ഒരു നീക്കമാണിത്. തെരഞ്ഞെടുപ്പ് പേടിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ സർക്കാർ മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണ് എന്നൊരു അഭിപ്രായമാണ് ലീഗിനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങൾ സർക്കാർ ഇടതുപക്ഷത്തിനൊപ്പം നിന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ന്യൂനപക്ഷങ്ങളെ സർക്കാർ വേട്ടയാടുന്ന തരത്തിലേക്ക് നിലപാടെടുക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ അവധി പ്രഖ്യാപനവും തുടർന്നുള്ള പ്രതിഷേധത്തെ തുടർന്നുള്ള U-ടേൺ ഒക്കെ. ആ തരത്തിലാണ് ഇത് ലീഗ് കാണുന്നത്. അങ്ങനെ തന്നെ ഈ ഒരു വിഷയം നിലമ്പൂരിൽ പ്രചരണായുധമാക്കുവാനും ഇതിനോടകം തന്നെ UDF തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് സ്ഥാനാർത്ഥി പര്യടനം ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ UDFിൻ്റെ വലിയ നേതാക്കൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടും നിലമ്പൂരിലെ വേദികളിൽ ഇത് എത്രമാത്രം ചർച്ചയാകുമെന്ന് അറിയില്ല. പക്ഷേ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയമാക്കി വരും ദിവസങ്ങളിലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇത് ഒരു പ്രധാന വിഷയമായി കൊണ്ടുവരുവാനാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള ആലോചന ഉള്ളത്. അത്തരത്തിലാണ് UDF ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. സർക്കാർ ഇതിനെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നിയമപരമായ കാര്യങ്ങളും പറഞ്ഞ് പ്രതിരോധിക്കുമ്പോഴും UDF ഇത് നിലമ്പൂരിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി ഉയർത്തുകയാണ്. തീർച്ചയായും CV അനുമോദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 9